അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ നിന്നും മനോഹരമായ കാഴ്ചകളുടെ പറുദീസയൊരുക്കുന്ന ലക്ഷദ്വീപിലേക്ക് അതിനുവേണ്ടി ബോർഡിംഗ് പാസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി ഞങ്ങളിങ്ങനെ ഉള്ളിൽ കയറി. പിന്നെ യാത്രക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നതും എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നതൊക്കെ. ഇനി അടുത്ത വെയിറ്റിംഗ് ഫ്ലൈറ്റിന് വേണ്ടിയാട്ടോ. നമുക്കുള്ള ഫ്ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ 9:50 ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറിട്ടോ. ഫ്ലൈറ്റിലൊക്കെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഫ്ലൈറ്റ് പറക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അങ്ങനെ മെല്ലെ ഭൂമിയിൽ നിന്നും ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷം നേരം കൊണ്ട് റൺവേയിൽ നിന്നും ഫ്ലൈറ്റ് പറന്നുയർന്നു. ഭൂമിയുടെ പച്ചപ്പിൽ നിന്നും ആകാശത്തിൻ്റെ നീലിമയിലേക്ക് പുതിയൊരു യാത്ര ആരംഭിച്ചു. ഫ്ലൈറ്റിൽ ആദ്യ യാത്രയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ യാത്രയുടെ ഒരു സന്തോഷവും കൂടെ ചെറിയൊരു പേടിയും ഉണ്ട് കേട്ടോ. ഏതായാലും യാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ഹൈറ്റിലെത്തി. ഇവിടുന്ന് നോക്കുമ്പോൾ ബിൽഡിംഗ് ഒന്നും വ്യക്തമായി കാണാൻ പറ്റാത്ത ഹൈറ്റിലാണ് ഞങ്ങളുള്ളത്. മുകളിലിരുന്ന് ഭൂമിയുടെ പച്ചപ്പ് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഫ്ലൈറ്റ് ഇനിയും ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭൂമിയിലുള്ള പച്ചപ്പുകളൊക്കെ മെല്ലെ അവ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് ഞങ്ങളെയും വഹിച്ചുകൊണ്ട് കടലിൻ്റെ മീതെ പറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ താഴെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവനും എന്നെപ്പോലെ ആദ്യമായിട്ടോ ഫ്ലൈറ്റിൽ കയറുന്നത്. ആദ്യമായതുകൊണ്ട് ചെറുങ്ങനൊന്നും പെട്ടിട്ടുണ്ട് ആൾ. ഫ്രീ ആണെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. വാങ്ങി പൊട്ടിച്ചപ്പോഴാണ് അതിനുള്ളിൽ എന്താ സാധനം മനസ്സിലാകുന്നതും അതുപോലെ അതിൻ്റെ ക്യാഷ് 200 റുപ്പീസ്. അങ്ങനെ ഫ്ലൈറ്റ് ഒരുപാട് ഉയർന്ന് മേഘങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയാണ്. വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. എന്തായാലും ഫസ്റ്റ് കയറിയപ്പോഴുള്ള ഭയമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തുള്ളൊരു യാത്ര. അത് കഴിഞ്ഞ് മെല്ലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ വിൻഡോ ഗ്ലാസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോഴും ക്ലാരിറ്റി കുറയുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഞങ്ങൾ അഗത്തി ദ്വീപിൽ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അഗത്തി ദ്വീപിൽ മെല്ലെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ്വീപ് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു റാഹത്തും സന്തോഷം തോന്നട്ടെ. അവിടുത്തെ ആ വെള്ളത്തിൻ്റെ കളറും അതുപോലെ അവിടുത്തെ പച്ചപ്പൊക്കെ മനസ്സിന് വളരെ കുളിർമയേകുന്ന ഒരു സംഗതിയാണ്. ഞാൻ ദ്വീപിലേക്ക് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അഗത്തിയിലേക്ക് ആദ്യമായിട്ടാണ്. അൽഹംദുലില്ലാഹ് മെല്ലെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അപ്പോൾ അഗത്തിയിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഇനി വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ അവിടെ ഇറങ്ങി വിമാനത്തിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസും അതുപോലെ വീഡിയോ ഒക്കെ എടുത്ത്, കാരണം ആദ്യമായിട്ടാണല്ലോ, ആ ഒരു പൊലിവാണ്. മാഷാ അല്ലാഹ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ജനങ്ങളൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും. ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇനി പുറത്തേക്ക് വരാം കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ നമ്മളവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ വണ്ടിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് നമുക്ക് ഏതായാലും ആദ്യമായിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വഴിയേ വരും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.